ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാത്തിരുന്ന പെട്ടി വന്നിരിക്കുകയാണ് ഗൈസ്. താഴെ ഇത്രയും വിശാലമായ സ്ഥലം കിടന്നിട്ടും ആ കൊറിയർ കൊണ്ടുവന്നവൻ അത് കണ്ടില്ല. അവന്റെ കണ്ണിൽ കുരുവായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ 20 കിലോ വരുന്ന പെട്ടി ഞാൻ എങ്ങനെയൊക്കെ വലിച്ചു വരി താഴെ ഇറക്കി ഞാൻ നിരക്കി മുറിയിലെത്തിച്ചു. ഇത് ആക്ച്വലി അച്ഛൻ എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് അധികം സാധനങ്ങൾ കൊടുത്തു വിട്ടേക്കുന്നതാണ്. ആ ദിവസമാണെങ്കിൽ എനിക്ക് ഈ പെട്ടി പൊട്ടിക്കാനേ സമയം കിട്ടില്ല. നേരെ ഡ്യൂട്ടിക്കാണ് പോയത്. അതുകൊണ്ട് ഞാൻ ഈ പെട്ടി പൊട്ടിക്കുന്ന തന്നെ പിറ്റേ ദിവസമാണ്. അപ്പൊ നമ്മുടെ ഫ്ലീറ്റ് ഗോ കൊറിയർ സർവീസ് ത്രൂ ആണ് അച്ഛൻ എനിക്ക് ഈ പെട്ടി ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല കിഡിലനായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. അതും ചുറ്റി വെച്ചേക്കാണ്. നമ്മൾ എപ്പോൾ അഴിക്കാൻ തുടങ്ങി നാളെയാണ് തീരത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് എല്ലാ സാധനങ്ങളും അവർ പിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അത് റീപാക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. ഫ്ലീറ്റ് ഗോ ത്രൂ നമുക്ക് ഈ ഓയിലും അതുപോലെ തന്നെ ഓയിൽ ബേസ്ഡ് ഫുഡും ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് കൊറിയർ ചെയ്യാനും പറ്റും. ജർമ്മനി മാത്രമല്ല, യുകെയും അയർലൻഡും USA ഓസ്ട്രേലിയയും എല്ലായിടത്തോട്ടും ഇവർ കൊറിയർ ചെയ്യുന്നുണ്ട്. 20 കിലോയിൽ കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് ഒരു ഫ്രീ പിക്കപ്പ് സർവീസ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലീറ്റ് ഗോന്റെ അവിടുത്തെ കൊച്ചിയിലോ അവരുടെ കോഴിക്കോടുള്ള ഓഫീസിലോ നിങ്ങൾക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ഓഫ് ചെയ്യാവുന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ അയക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കോൺടാക്ട് ചെയ്യുമോ. ഞാൻ പോയി തിന്ന് തീർക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.